ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി ഞാൻ രണ്ട് സ്പെഷ്യൽ മാലകൾ കാണിച്ചു തരാം. ട്രഡീഷണൽ ആയിട്ടുള്ള ഓർണമെൻറ്റ്സും ഡ്രസ്സും എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. ഇനി എനിക്ക് കുറേ ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു 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 സെറ്റ് ഓർണമെൻറ്റ്സ് ഞാൻ കാണിച്ചു തരാം. അയ്യോ, ടണ്ടടേ പൊട്ടിപ്പോയി ഗൈസ്. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഒരു ചെറിയ കണ്ടൻ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കുറച്ച് ഓർണമെൻറ്റ്സ് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച്. ഓർണമെൻറ്റ്സ് കളക്ഷൻസ്, അപ്പം എല്ലാം ഒന്നുമില്ല, കുറച്ച് അതിൽ ഇങ്ങനെയുള്ള കുറച്ച് ഓർണമെൻറ്റ്സ്, എനിക്ക് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടൊക്കെ ഇപ്പം വീണ്ടും എന്നും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കൂടുതൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പം ഞാൻ ഫസ്റ്റ് എൻ്റെ ഒരു ഒരു സ്പെഷ്യൽ മാല ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒരു ഒരു നല്ല ചോക്കറാണ് കേട്ടോ. ഇത് ഗോൾഡിൻ്റെ നമ്മുടെ പാലക്ക കുടുങ്ങി പാലക്കയിൽ വന്നിട്ടുള്ള ഒരു മാലയാണിത്. ഇത് ചോക്കർ. അതാ ഇങ്ങനെ ട്രഡീഷണലായിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇടാൻ പറ്റിയൊരു ഇത് എനിക്ക് അലങ്കൃത എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് തന്നിട്ടുള്ള കേട്ടോ ഈ ഒരു മാല. ഇതിന് 2 കമ്മലും കൂടി ഉണ്ട്. 2 പാലക്കയുടെ തന്നെ ചെറിയ 2 കമ്മലാണിത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒന്നാമത് ട്രഡീഷണൽ ആയിട്ടുള്ള ഓർണമെൻറ്റ്സും ഡ്രസ്സും എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. എനിക്കെപ്പോഴും അതാണ് എനിക്ക് എപ്പോഴും ഒരു ഭയങ്കര ഇഷ്ടമാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ്. അപ്പം അലങ്കൃത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് തന്നിട്ടുള്ള ഒരു മാലയും കമ്മലാണിത്. അത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. എനിക്കത് ഇടാനുള്ളൊരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രസ്സിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ട് ഇടാനായിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇനി ഞാൻ വേറെ എൻ്റെ ഒരു മാല കാണിച്ചു തരാം. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മാലയാണ്. ഇത് കുറച്ച് ഹെവിയാണ്. ഒരു കാശിൻ്റെ കുറച്ച് മഹാലക്ഷ്മിയുടെ ഡിസൈനും ഇതിൽ കുറച്ച് അതിൽ കല്ലിൻ്റെ കുറച്ച് കല്ല് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മാലയാണ്. ഓക്കെ, കുറച്ച് ഹെവി. ഇത് കുറേ നാളായത് എനിക്ക് കിട്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി മാല. ഓക്കെ, ഇനി വേറെ എൻ്റെ ഇതൊരു മാല. ഇത് ഞാൻ കഴിഞ്ഞ ഒരു ഇനാഗ്രേഷന് ഞാൻ ഈ മാല ഇട്ടിരുന്നു. ട്രഡീഷണൽ ഒരു മാല. ഇത് കണ്ടോ, ചോക്കറായിട്ട് ഇങ്ങനെ ഇടാം. ഇതും കാശിൻ്റെ ഡിസൈനാണ്. എനിക്ക് കൂടുതലും ട്രഡീഷണൽ ഇതുപോലത്തെ മാലകളാണ് കൂടുതൽ എൻ്റെ കയ്യിലുള്ളത്. ഇനി ഇതൊരു ചെറിയ ആൻറ്റിക്കിൻ്റെ ഒരു മാലയാണ്. ട്രഡീഷണൽ തന്നെയാണ്. ഒരു ഗ്രീൻ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ളൊരു മാല ഉണ്ടാവും. ഇനി ഞാൻ 2 സ്പെഷ്യൽ മാലകൾ കാണിച്ചു തരാം. ഈ ഒരു മാല. ഇതും കണ്ടോ, ഒരു ചെറിയൊരു പെൻഡൻ്റ് വന്നിട്ടുള്ളൊരു മാലയും പിന്നെ ഇതും ഈ ഒരു 2 മാല. ഓക്കെ, ഇത് ഞാൻ നിവർത്തി വെച്ച് കാണിക്കാം. ഒരു ഗ്രീൻ ചെയിൻ വന്നിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു മാലയാണ് കേട്ടോ. ഇത് 2 എണ്ണം എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് നമ്മുടെ സ്റ്റാർ മാജിക്കിൻ്റെ ഫാൻസ് അവർ ഒരു 2 കുട്ടികൾ വന്ന് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത 2 മാലയാണിത്. ഞാൻ ഇപ്പോഴും നല്ല സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് വളരെ സിമ്പിളായിട്ടുള്ള അവർ ഒരുപാട് സ്നേഹത്തോടെ തന്ന 2 മാലയാണിത്. ഈ 2 ചെറിയ മാലയാണ്. ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സിമ്പിളാണ്. ഈ ഒരു പെൻഡൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരു ഡിസൈനൊക്കെ. അപ്പോൾ ഇത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. താങ്ക് യു.
ഇതെനിക്ക് കുറേ ഇഷ്ടമുള്ളൊരു മാലയാണ്. ഒരു താമര, ഫുൾ താമര, റൂബി സ്റ്റോൺ വന്നിട്ട് ഫുൾ താമര വന്നിട്ട് ഇങ്ങനെ പേൾസ് വരുന്ന ഒരു ഇതെനിക്ക് ഇല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് എനിക്ക് അയച്ചു തന്ന കേട്ടോ. നമ്മുടെ ഇപ്രാവശ്യം ഓണത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ഒരു അഞ്ച് മാല കമ്മലും സെറ്റ് എനിക്ക് അയച്ചു തന്നിരുന്നു. അതിലെനിക്ക് കുറേ ഇഷ്ടമുള്ളൊരു മാലയാണ് അതായത്. ഇനി ഇതിൻ്റെ ഒരു കമ്മൽ വരുന്നത് വേറൊരു മാലയാണ്. മഹാലക്ഷ്മിയുടെ ഒരു ലോക്കറ്റ് ഇങ്ങനെ വന്നിട്ട് ഇതൊരു സാരിയുടെയൊക്കെ ട്രഡീഷണലായിട്ട് ഉടുക്കുമ്പോൾ ഇടാനായിട്ട് നല്ലതായത്. ഇതാണ് അതിൻ്റെ കമ്മൽ. ഇത് അടുത്തൊരു നെക്ലേസാണ്. ഇത് മിലേന്ന് തന്നെ കേട്ടോ. ഒരു നല്ല ട്രഡീഷണൽ സെറ്റ് സാരി കൊടുത്ത് ഈ ഒരു മാല ഇങ്ങിട്ട് വളരെ സിമ്പിളായിട്ട് കുളിച്ച് കുറിയൊക്കെ തൊട്ട് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ് കണ്ടോ. പക്ഷെ ഞാൻ പൊതുവേ സ്റ്റഡ് കമ്മലിടാറില്ല. എന്നുവെച്ചാൽ ട്രഡീഷണലായിട്ട് സ്റ്റഡ് കുറവാണ്. ഇപ്പോൾ ജീൻസ് ടോപ്പ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ സ്റ്റഡ് യൂസ് ചെയ്യും. പക്ഷേ ഇതുപോലെ മറ്റേ ട്രഡീഷണലായിട്ടുള്ള ഡ്രസ്സസിൻ്റെ കൂടെയൊക്കെ വലിയ ജിംക്ക, എനിക്കെല്ലാം വലിയ കമ്മലാക്കും. എല്ലാം ഓൾമോസ്റ്റ് എല്ലാം വലുത് തന്നെയാണ്. ജീൻസിൻ്റെ ടോപ്പൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ ചെറിയ സ്റ്റഡൊക്കെ ഇങ്ങനെ ഇതും ഹാങ് ആണെങ്കിലും എനിക്ക് കൂടുതൽ വലിയ കമ്മലാണ്. എനിക്കതാണ് ഇഷ്ടം. എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് മാലയെക്കാളും കൂടുതൽ വലിയ കമ്മലുകൾ ഇടാൻ ഭയങ്കര ഇഷ്ടം. ഇനി എനിക്ക് കുറേ ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു 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 സെറ്റ് ഓർണമെൻറ്റ്സ് ഞാൻ കാണിച്ചത്. എനിക്ക് അതിനോട് എത്ര ഇഷ്ടമാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല. കാരണം ഇപ്പോൾ നമ്മളൊരു വലിയ കുറേ ഗോൾഡ് ഒറിജിനൽ ഓർണമെൻറ്റ്സ് ഒക്കെ ഇടത്തില്ലേ, ഒറിജിനൽ ഓർണമെൻറ്റ്സ് ഗോൾഡ് ഇടുന്നതിനെക്കാട്ടിലും എനിക്ക് ഇതിടുമ്പോഴുള്ളൊരു മനസ്സിനുള്ള ഒരു സന്തോഷവും അതിൻ്റെ ആ ഒരു ഫീലും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതാണിത് ഈ പെട്ടിയിലിരിക്കുന്ന ഓർണമെൻറ്റ്സ്. ഞാൻ കാണിച്ചു തരാം. ഇത് എൻ്റെ ഡാൻസിൻ്റെ ഓർണമെൻറ്റ്സ് ആണ്. ഞാൻ ഓരോന്ന് കാണിച്ചു തരാവേ. ടെമ്പിൾ ജ്വല്ലറി. ഇതാണ് ഇതിൻ്റെ ജിമിക്ക വരുന്നത്. ഡാൻസിൻ്റെ ജിമിക്ക കണ്ടോ. ഇത് ഒറിജിനലാണിത്. ഇത് നമുക്ക് അങ്ങനെ ഇവിടെ അങ്ങനെ മേടിക്കാൻ അത്ര കിട്ടത്തില്ല. ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ചെന്നൈ വരെ പോകണം. ചെന്നൈയിലാണ് ഇത് കൂടുതൽ ഒറിജിനൽ ഓർണമെൻറ്റ്സ് ഡാൻസിൻ്റെ കിട്ടുന്നത്, ടെമ്പിൾ ജ്വല്ലേഴ്സ്. അപ്പോൾ ഇനി ഇത് നെറ്റിച്ചുട്ടിയാണേ കേട്ടോ. നെറ്റിച്ചുട്ടിയാണിത്. എത്ര നാളെ ഇങ്ങനെ നെറ്റിച്ചുട്ടിയൊക്കെ. ഇത് സൈഡ് ചുട്ടിയാണ്. സൈഡിലിങ്ങനെ മുടിയൊക്കെ പിന്നെ രണ്ടായിട്ട് നടുക്കൂടെ വകഞ്ഞ് ഇങ്ങനെ വയ്ക്കും കണ്ടോ. ചരടൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടി ഇങ്ങനെ വെക്കും. അപ്പം ഇതാണ് അതിൻ്റെ നെറ്റ് ചുട്ടി. ഒറ്റ ചുട്ടിയുണ്ട് കേട്ടോ. ഇത് സൈഡ് ചുട്ടിയാണ്. ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ വരും. ഒറ്റ ചുട്ടിയുണ്ട് ഇങ്ങനെ വരും. ഇതാണ് സൂര്യനും ചന്ദ്രനും. ഇത് നമ്മൾ തലയിൽ തന്നെ വയ്ക്കുന്നതാണ്. സൂര്യനും ചന്ദ്രനും. ഇത് സൂര്യൻ, ഇത് ചന്ദ്രൻ, അങ്ങനെ പറയാം കണ്ടോ. ഇതിവിടെ വയ്ക്കും. ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടും കണ്ടോ. സൂര്യൻ എപ്പോഴും റൈറ്റ് സൈഡിലും ചന്ദ്രൻ ലെഫ്റ്റ് സൈഡിലും അങ്ങനെ വരണേ. അങ്ങനെയാണ് മുടി. പിന്നെ കെട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മളിതിങ്ങനെ വെച്ച് കെട്ടും, ഇങ്ങനെ വെക്കും. ഓക്കെ. ഇനി ഇത് കമ്മലിൻ്റെ മാട്ടി. നമ്മുടെ മാട്ടി എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും അല്ലേ. ഇങ്ങനെ കമ്മലിട്ടിട്ട് ഇങ്ങനെ വെക്കത്തില്ലേ, ജിമിക്ക് ഇട്ടിട്ട് ഇങ്ങനെ വെക്കും. ജിമിക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇടും. എവിടെ പോയി ഇങ്ങനെ ഇടും. അതാണ് മാട്ടി, കമ്മലിൻ്റെ മാട്ടി. ഇങ്ങനെ മാറ്റി ഇടും. എൻ്റെ ചെറുതുകൊണ്ട് വലുതുണ്ട്. അപ്പം ചിലപ്പോൾ ഞാൻ ഇതിടും, ചിലപ്പോൾ മറ്റേതിടും, അങ്ങനെ ഇടും. അപ്പോൾ സൂര്യനും ചന്ദ്രനും. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ ക്ലാസിക്കൽ ഭരതനാട്യം കളിക്കുമ്പോൾ ഇവിടെ വടയിട്ട് കെട്ടി വെക്കുമല്ലോ, അതിൻ്റെ സെൻറ്ററിൽ വെക്കുന്ന സാധനമാണിത്. ഇവിടെ ഉച്ചിപ്പൂ എന്ന് പറയും. ഇതിന് പറയുന്നതാണ് ഉച്ചിപ്പൂ. ഇതാണ് നമ്മൾ വടയുടെ സെൻറ്ററിൽ വെച്ച് കെട്ടുന്നത് ഇത്. അപ്പം എൻ്റെ കയ്യിൽ വേറെ 2 ചെറിയ മാട്ടിയുണ്ട്, വലിയ മാട്ടിയുണ്ട്. സൈഡ് മാട്ടി വലുതുമുണ്ട്. ഇത് ചെറുതാണേ. നേരത്തെ ഞാൻ കാണിച്ചത് കുറച്ച് വലുതായിരുന്നു, ഇത് കുറച്ച് ചെറുത്. ഇങ്ങനെ ഇട്ട്
സൂര്യനും ചന്ദ്രനും രണ്ടെണ്ണം ഉണ്ട്, ചെറുതും ഉണ്ട് വലുതും ഉണ്ട് എൻ്റെ കയ്യിൽ. ഇത് ചെറിയ സൂര്യനും ചന്ദ്രനും. നേരത്തെ ഞാൻ വെച്ചത് വലുതായിരുന്നു കുറച്ച്, ഇത് ചെറുതാണ്. എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. ചെറുത് ടൈം നമുക്ക് കുറച്ച് ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്ത് റെഡി ആയാൽ മതി എന്നുണ്ടെങ്കിൽ ഇത് വയ്ക്കാം, ചെറുത് വയ്ക്കാം, ഇല്ലെങ്കിൽ വലുത് വയ്ക്കാം. അപ്പോൾ ഇതിനോട് എനിക്കുള്ളൊരു സ്നേഹം എത്ര എങ്ങനെയാണെന്ന്, ഈ ഓർണമെൻറ്റ്സ് ഇട്ട് റെഡിയായി അങ്ങനെ നിൽക്കുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ, അതൊരു പ്രത്യേക. ഇപ്പോൾ ഞാൻ കാണിച്ചത് ഒറിജിനൽ ടെമ്പിൾ ജ്വല്ലറിയാണ്. ഇനി ഇതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. അത് നമുക്കിവിടെ എവിടെ വേണമെങ്കിലും കിട്ടും കേട്ടോ. അതാണ് നമ്മുടെ ഈ കുഞ്ഞു കുട്ടികളൊക്കെ, കുഞ്ഞു പിള്ളേരൊക്കെ ഇല്ലേ, അവരെ ഇങ്ങനെ തുടങ്ങുന്ന ടൈമിലൊക്കെ ആ ജ്വല്ലറി ഇട്ടിട്ടാണ് അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. ഒത്തിരി വിലയില്ല, ഇത് ഭയങ്കര റേറ്റ് കൂടുതലാണ് ഇതിന്. ഒറിജിനൽ നമുക്ക് ചെന്നൈയിൽ നിന്നാണ് മേടിക്കാൻ കിട്ടുള്ളൂ. ഇവിടെ കിട്ടുമോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല, നാട്ടിലൊക്കെ ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇത് അവിടെ നിന്ന് വരുത്തിയതാണ്. അപ്പം ഇവിടെ മേടിക്കാൻ കിട്ടുന്നത് ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഇങ്ങനെ വെള്ള മുത്ത് വെച്ചിട്ടുള്ള, കുറച്ച് ബ്രൈറ്റ് ആയിരിക്കും അതിൻ്റെ കളർ. ഇത് കുറച്ച് എന്താ ഡൗൺ ആയിരിക്കും കളർ. പക്ഷേ ഇത് വെക്കുമ്പോഴാണ് എപ്പോഴും ഭംഗി. എനിക്ക് എപ്പോഴും ഇത് വെച്ച് ഡാൻസിന് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ ഒരു സന്തോഷം, എന്താണെന്നറിയോ. അപ്പം ഇത് ഞാൻ ഇങ്ങനെ കാത്ത് സൂക്ഷിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി ഇതെന്നാണ് ഇടുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇനി എന്നാണ് ഒരു പ്രോഗ്രാം, അടുത്തൊരു ഡാൻസ് പ്രോഗ്രാം വരുമ്പോൾ വേണം എനിക്കിതിടാൻ. ഇത് കഴിഞ്ഞ കൊല്ലം ഡാൻസ് പ്രോഗ്രാമിന്, ക്ലാസിക്കൽ പ്രോഗ്രാമിന് യൂസ് ചെയ്ത് കഴിഞ്ഞ് വെച്ചിരിക്കുന്ന. ഇനി ഇത് എന്നിടുമെന്തോ. അടുത്ത പ്രോഗ്രാമിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്, കുട്ടികളെ വെയിറ്റിംഗ് ആണ്. ഇത് എൻ്റെ കുറച്ച് വളകളാണ്. ഞാൻ ഇനി കുറച്ച് വള കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് മുഴുവൻ കുപ്പിവളയാണ്, പല കളറിലുള്ള കുപ്പിവള. നീല, റെഡ്, യെല്ലോ, ഗ്രീന്, മജന്ത കുപ്പിവള. എനിക്ക് കുപ്പിവളകൾ ഭയങ്കര വീക്ക്നെസ്സാണ്. പിന്നെ ഇത് ഫുള്ള് ഇങ്ങനെ ഗിൽട്ടർ ആയിട്ടുള്ള കുറച്ച് വളകൾ. ഇതും കുപ്പിവളയാണ് കേട്ടോ. ഇതൊക്കെ ഹൈദരാബാദിൽ നിന്ന് മേടിച്ചതാണ്, ചേട്ടൻ മേടിച്ചെന്ന വളയത്. വേറെയും കുറേ വളകളുണ്ടായിരുന്നു മേടിച്ചു തന്നത്. ഇനിയുണ്ട് കേട്ടോ, കുറേയും കൂടെ ഉണ്ട്. എവിടെയാണോ തപ്പിയെടുക്കട്ടെ, അവിടെ എവിടെയൊക്കെ ഇട്ടിരിക്കുക. ഓക്കെ, കുപ്പിവള എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. പിന്നെ നോർമലായിട്ടുള്ള കുറേ ഉണ്ട് എനിക്ക്, റെഡ്, ഗ്രീന്, ബ്ലാക്ക്, നമ്മൾ നോർമൽ വളകളില്ലേ, അതെനിക്ക് കുറേ ഉണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കുപ്പിവള. പിന്നെ ഇതുപോലത്തെ കുറേ വളകൾ, പിന്നെ എന്താ ഇത് ഇങ്ങനത്തെ ഗിൽട്ടറിങ് ആയിട്ടുള്ള വളകളില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഫുള്ള് എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് സവിത് ക്രിയേഷൻസിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള കുറേ വളകളാണിത്. ഇത് ഹാൻഡ് മെയ്ഡ് വളകളാണ് കേട്ടോ. ഈ ത്രെഡിൽ വന്നിട്ട് ചെറിയ ചെറിയ സ്റ്റോൺസ് വെച്ചിട്ടുള്ള വളകളാണിത്. ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്, ഈ റെഡ് വളയൊക്കെ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. അപ്പം സവിത് ക്രിയേഷൻസ് തന്നിട്ട് അവരുടെ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്ന. അപ്പോൾ ഇതെനിക്ക് കുറേ ഈ ഒരു സെറ്റ് വളകൾ. ഇനിയും കുറേ കൂടെ വളകളുണ്ട്. പക്ഷേ ഇതൊക്കെ ഞാൻ എവിടെ കൊണ്ട് വെച്ചിരിക്കുകയെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ഓരോ പ്രോഗ്രാമിന് പോകുമ്പോൾ ഇത് ഹൈദരാബാദിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ഈ ഒരു ഗിൽട്ടർ എഫക്റ്റ് ഉള്ളത് ഒക്കെ എനിക്ക് ഭയങ്കര, ഇടിവെട്ട് കളറ്, ഇങ്ങനെ കണ്ണ് മിന്നുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ തിളക്കം കണ്ടാൽ ഞാൻ അപ്പം ഞാൻ മേടിക്കും. ഇത് ഹൈദരാബാദ് നമ്മുടെ ഈ ചേട്ടൻ മേടിച്ചെന്ന വളകളായത്. മിസ് യു ചേട്ടാ. ഓക്കെ, വളകൾ ഇനിയും കുറേ ഉണ്ട്. അടുത്തത് ഇനി കുറച്ച് മാലകൾ കമ്മലുകൾ കാണിക്കാം. ഇതൊരു ജിമിക്കയാണ്. ജിമിക്ക എനിക്ക് കുറേ ഇഷ്ടമുള്ളൊരു സാധനമാണ് ജിമിക്കാസ്, ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ നമ്മളൊരു ഗോൾഡൻ ജിമിക്ക, ഇത് വേറൊരു ജിമിക്ക. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വലിയ കമ്മലുകളാണ് കൂടുതൽ ഇഷ്ടമെന്ന്. രണ്ടായിട്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇടാനായിട്ടുള്ള മടിയാണോ മറന്നതാണോ എന്ന് എനിക്കറിയില്ല, ഇടാൻ മറന്നുപോയി. ഓക്കെ, ഇതൊരു ജിമിക്ക. അമ്മേ, പിന്നെ ഇങ്ങനെ ഒരു ജിമിക്ക, ഇതെനിക്ക് എൻ്റെ പേരമ്മ തന്നതാണ് ഈ ജിമിക്ക. ഓക്കെ, ഓക്കെ, കണ്ടോ, ഇങ്ങനൊരു ജിമിക്ക. പിന്നെ കുറച്ച് കളർഫുള്ളായിട്ടുള്ള, വീണ്ടും കണ്ണടിച്ച് പോകുന്നൊരു ജിമിക്ക. എന്താ റോസ് ഗോൾഡ് എന്നൊക്കെ പറയും, അങ്ങനെ ഒരു ജിമിക്ക. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ
തിളക്കം എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. വേറെ തിളങ്ങുന്ന സാധനം കാണിച്ചു തരാം. ടണ്ടടങ് ടടടങ് കണ്ടോ, തിളക്കം കണ്ടോ. ഹായ്, എങ്ങനെയുണ്ട്? കൊള്ളാമോ? കണ്ടോ, ഇത് എനിക്കിഷ്ടമാണ്. രണ്ടെണ്ണം പെട്ടെന്ന് കാണിക്കാമല്ലോ. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ഇത് ഇങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു സാധനം. ഇത് വെറുതെ ക്യാഷ്വൽസിൻ്റെ കൂടെ ഇടാൻ പറ്റുന്നത്. പിന്നെ ഇതാ ഇതൊരു ജിമുക്ക, ഈ ഒരു ജിമുക്ക. വീണ്ടും എൻ്റെ തിളക്കം, തിളങ്ങി നിൽക്കുന്ന ഞാൻ, തിളങ്ങി നിൽക്കാൻ. ഇത് കമ്മലാണ് കേട്ടോ. ഈ കമ്മൽ ഇത് ഈ പാർട്ടി വെയറിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ഇടാനായിട്ട്. പിന്നെ ഇതൊരു റിങ്സ് കണ്ടോ. പിന്നെ സ്റ്റഡുണ്ട് കേട്ടോ, നിങ്ങളാരും എന്നെ അങ്ങനെ പുച്ഛിക്കരുത്. സ്റ്റഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കണ്ടോ, ഇത്തിരി വലിയ സ്റ്റഡ് കണ്ടോ, മഴത്തുള്ളി പോലെ ഇരിക്കുന്നില്ലേ. ഇതിൻ്റെ വേറൊരു കളറും കൂടെ ഉണ്ട്. ഇതിൻ്റെ വേറെ 2 കളർ കണ്ടോ. ഇത് കറക്റ്റ് മഴത്തുള്ളി, സിൽവർ. ഓക്കെ, ഇതൊരു കമ്മലാണ്. എൻ്റെ ട്രഡീഷണൽ കുറേ ജിമുക്ക താഴെ കുഞ്ഞു കുഞ്ഞു ജിമുക്കകൾ വന്നിട്ടുള്ള വിശറി പോലെ ഇരിപ്പുണ്ടല്ലേ. ഇതാ ഇങ്ങനത്തെ കുറച്ച് മോഡൽ സാധനങ്ങളുണ്ട്. ഇത് ഫുള്ള് ഞാൻ ചെന്നൈയിൽ നിന്ന് മേടിച്ച കേട്ടോ. അതിൻ്റെ അങ്ങനത്തെ തന്നെ എനിക്കിങ്ങനെ നീളമുള്ള കമ്മലുകൾ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെയുള്ള കാണിച്ചിരമേ കണ്ടോ, ഇങ്ങനെ നീളത്തിലുള്ള കമ്മലുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ ടണ്ടടേ പൊട്ടിപ്പോയി ഗൈസ്. അയ്യോ, ഇപ്പോൾ എടുത്തതാ, കുറേ നാളായിരിക്കുന്നത്. അയ്യോ, ഇതിനെ എങ്ങനെ വെക്കാൻ പറ്റത്തില്ല. നല്ലൊരു മാലയായിരുന്നു, അത് പൊട്ടിപ്പോയി. അതാ ഇവിടുത്തെ കൊളുത്ത് പൊട്ടിപ്പോയതാ. എന്ത് ചെയ്യും? നമുക്ക് നെറ്റിച്ചുട്ടിയാക്കാൻ പറ്റുമോ നോക്കാമേ. ഹായ്, എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ഞാനിങ്ങനെയൊക്കെ കാണിക്കും. ഞാൻ മാല പൊട്ടിയാൽ നെറ്റിച്ചുട്ടിയാക്കും, നെറ്റിച്ചുട്ടി പൊട്ടിയാൽ അതിനൊരു വള്ളി ഇട്ട് ചിലപ്പോൾ മാലയാക്കും. അങ്ങനെ ഞാൻ പലതും കാണിക്കും. അങ്ങനെയൊക്കെ ഞാൻ കാണിക്കും. ഇനി വേറെ കുറച്ച് ജ്വല്ലറി കാണിച്ചു തരാം, നിങ്ങൾ ഞെട്ടരുത്. ഇതൊരു കമ്മലാണ് ഗൈസ്, കമ്മലാണ്. ടണ്ടടേ, ചെറിയൊരു കമ്മലല്ലേ ഇത്, വളരെ ചെറിയൊരു കമ്മൽ. നോക്ക് അമ്മേ. വേറെ ഉണ്ട് അതുപോലത്തെ. ഓക്കെ, ഒരെണ്ണം എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചെറിയ കമ്മലുകൾ ഭയങ്കര, വലിയ കമ്മലുകൾ ഭയങ്കര ഇഷ്ടമാണെന്ന്. കണ്ടോ, അയ്യോ അതും പൊട്ടിയോ. അത് പൊട്ടിയതല്ല, അത് ലൂസായി പോയതാണ്. അത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ കുറച്ച് ജ്വല്ലറി കളക്ഷൻ ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഇനിയും കുറച്ചും കൂടെയൊക്കെ ഉണ്ട്. അപ്പം അത് കാണിക്കുമ്പോഴത്തേക്കും വീഡിയോ ഒത്തിരി ലെങ്ത് പോകും. അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഇനി വേറൊരു വീഡിയോയിൽ ഞാൻ വേറെ എന്തെങ്കിലും കളക്ഷനായിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇനി മഴയൊക്കെ കണ്ട് ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് പരിപ്പുവട കിട്ടുമെന്ന് നോക്കാം. അതിങ്ങനെ കുടിച്ച് ഞാനിങ്ങനെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല സംഭവം പറ്റുമെന്നുള്ളത്. കാരണം ഈ നിരത്തിയത് മൊത്തം ഇനി അടുക്കി പറക്കണമല്ലോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടീസൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് പോവുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, ടാറ്റാ.